മെച്ചർ മെൻസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള സൗജന്യ ചുക്ക് കാപ്പി വിതരണം വർഷങ്ങളായി മലയൻകീഴിന്റെ ഒരു പതിവ് കാഴ്ചയാണ്. അത് പതിവ് കാഴ്ച എന്ന് പറയുമ്പോൾ ഈ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവുമുള്ള ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഉത്സവ ആഘോഷ കാഴ്ചകൾ കണ്ട് തിരക്കിനിടയിൽ പ്രത്യേകിച്ച് മീനച്ചൂടാണ് ദാഹിച്ചു വരുന്നവർക്ക് അതും ചൂട് ചുക്ക് കാപ്പി ഇവിടെ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗജന്യ ചുക്ക് കാപ്പി വിതരണം? ഇതിന് എത്ര വർഷമായി? എന്താണ് ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം? നമുക്ക് ചോദിക്കാം. ഇപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ഒരു സന്തോഷമുണ്ട് ആൾക്കാർക്ക്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. എന്താണ് ഇതിന്റെ കാരണം? ഞങ്ങളിപ്പം നമ്മുടെ ഭക്തജനങ്ങള് യാത്ര ചെയ്ത് വളരെ ദൂരെ, ഇപ്പൊ ഈ ഉത്സവ സമയത്ത് നമുക്ക് ഇവിടെ ഭയങ്കര ട്രാഫിക് പ്രോബ്ലമാണ്. അപ്പം വളരെ ദൂരെയൊക്കെ 1 കിലോമീറ്ററോളം ദൂരെ വണ്ടി ഇട്ടേച്ചാണ് ആൾക്കാർ നടന്നു വരുന്നത്. അപ്പം നടന്നു വരുന്നപ്പോൾ ആ ക്ഷീണം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ശരിക്കും ഇതൊരു ആയുർവേദ കൂട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ നമ്മുടെ ചുക്ക്, ഏലം, നമ്മുടെ ശരിക്കും ഈ വർഷം നമുക്ക് ആസാമിൽ നിന്ന് കുറച്ച് ഗ്രാമ്പൂവും അങ്ങനെ നമ്മുടെ ഗ്രാമ്പൂ ഒക്കെ നമ്മുടെ ആസാമിൽ നിന്ന് കിട്ടിയായിരുന്നു. അത് ശുദ്ധമായ കരിപ്പെട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ചുക്കുണ്ട്, കുരുമുളകുണ്ട്, ഇഞ്ചി, ഇതെല്ലാം കൂടെ ചേർത്ത് കൃഷ്ണ തുളസി ഇല എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു കൂട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് കുടിക്കുന്നവർ എല്ലാ വർഷവും നമ്മളിപ്പോൾ 25 വർഷം കൊണ്ട് ഇത് കൊടുക്കുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. കാരണം വളരെ എഫക്റ്റീവാണ്. പലരും തൊണ്ടയിലെ കാറലും ചുമയും ഒക്കെ മാറുന്നതിന് വളരെ എഫക്റ്റീവാണ്. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ വിളിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ശരിക്കും വരുന്ന അന്വേഷിച്ചു വരികയാണ് കാറ്റ്. അപ്പോൾ ഇന്നലെ നമ്മുടെ കഥകളി നടക്കുന്നിടത്ത് രാത്രി ഭക്തജനങ്ങൾക്ക് ക്ഷേത്രോപദേശ സമിതി ഒരു 10-200 കട്ടൻ തേയില കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഈ ചടങ്ങ് ഇത് നമ്മുടെ കഥകളി കഴിഞ്ഞപ്പോൾ എന്നോട് ഒന്ന് ചോദിച്ചു, അവർക്ക് 200 പേർക്ക് ഈ കാപ്പി ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാന്റെ സേവനമായതുകൊണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു, ഇന്ന് രാത്രി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ്. ഞങ്ങൾ വളരെ സന്തോഷമാണ്, നാട്ടുകാരും സന്തോഷമാണ്. ഞങ്ങൾക്ക് ഭയങ്കര മെച്ചർമെൻറ്റ്സ് ക്ലബിന് ഭയങ്കര അഭിമാനമാണ്. ഇപ്പോൾ 4 നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു കാലയളവാണ്. നമുക്ക് വേലപ്പ സാറിനോട് ചോദിക്കാം. സാർ, സന്തോഷം. എല്ലാവർക്കും ഇപ്പോൾ ഈ അസുഖങ്ങളുണ്ടല്ലോ, കഫത്തിൻ്റെ അസുഖം, ജലദോഷത്തിൻ്റെ അസുഖം, അവർക്ക് ഒരു ആശ്വാസം, എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. അതവർ സന്തോഷത്തോടെ വരുന്ന കഴിക്കുന്നു, പോകുന്നു. ഞങ്ങൾക്ക് സന്തോഷം. ഏതായാലും ആസാമിൽ നിന്ന് കാപ്പി എത്തിച്ചത് പത്മൻ ചേച്ചിയാണ്. ഓക്കെ, നമുക്ക് മലയൻകീഴിന്റെ പ്രിയപ്പെട്ട കവയിത്രി, എഴുത്തുകാരി, സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ സാന്നിധ്യം കൂടിയായ പത്മൻ ചേച്ചിയോട് ചോദിക്കാം. എന്തായാലും ഈ ഒരു ചുക്ക് കാപ്പിയിൽ അവിടെ നിന്ന് ആസാമിൽ നിന്നും എത്തിച്ചതും കൂടി നമുക്ക് ആ കാര്യം കൂടെ ചോദിക്കാം. ചേച്ചി ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എല്ലാ യാത്രകൾക്കിടയിലും ഇത്തരം കരുതൽ കൂടിയുണ്ട്. അല്ല, ഈ കരുതൽ എൻ്റെ യാത്രകളുടെ കരുതൽ. എൻ്റെ മോന് ഒരു പട്ടാളക്കാരനാണ്. അപ്പോൾ ആസാർ റൈഫിൾസ് ഇരുന്നപ്പോൾ അവിടുന്ന് അവന് ഒരാൾ കൊടുത്തതാണ്. അപ്പം ഞാൻ അതിൽ നിന്നൊരു ഭാഗം എടുത്ത് എല്ലാ വർഷവും ഇതിലേക്ക് സ്പോൺസർ ചെയ്യാറുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഫ്ലേവറാണ് അതിന്. അപ്പോൾ അത് ഇന്നും ഈ കാപ്പിയിൽ അതുണ്ട്. അതൊരു മെഡിസിനാണത്, കാട്ടിലെ ഏല. അപ്പോൾ അതാണ്, അല്ലാതെ അത് എൻ്റെ യാത്രയിൽ വരുന്ന ഇതല്ല. പിന്നെ ഈ ഒരു സംരംഭം ഇപ്പോൾ ഇത്രയും വർഷം കൊണ്ട് നമ്മുടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നല്ല വൻ വിജയമായിട്ട് പോവുകയാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമുക്ക് വളരെ സന്തോഷം. ഇത് സാന്നിധ്യം വഹിക്കുന്നവരാണ് ഈ നിൽക്കുന്നവരെല്ലാം. എല്ലാവരും ഒത്തൊരുമയോടെ, ഇതൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ കലാപ്രവർത്തനങ്ങൾ. വളരെ സന്തോഷം. നിങ്ങളിത് വന്ന് ഞങ്ങളെ ഇതിലോട്ട് ആക്കി 5 ആൾക്കാർ വെളിയിലോട്ട് അറിയട്ടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. വളരെ സന്തോഷം. ഒരു സംഘടന ഉണ്ടെന്നും ഇതിലൂടെ അറിയട്ടെ. അത് നമ്മുടെ ഇങ്ങനെ ഈ നാട്ടുകാരും മറ്റ് ദൂരെ ഉള്ളവരും അറിയട്ടെ ഇങ്ങനെ ഒരു സേവനം ഉണ്ടെന്നുള്ളതും. അതാണ് നമുക്ക് വളരെ ദൂരെ നിന്ന്. ഇപ്പം ഇന്നലെ കൊല്ലത്തു നിന്നൊക്കെ കുറച്ച് പേര് വന്നായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഈ കാപ്പി കഴിഞ്ഞ വർഷം കുടിച്ചത് കൊണ്ട് അവർ കാപ്പി അന്വേഷിച്ച് വന്നു. അവർ വന്ന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് പോയത് കാപ്പി റെഡിയാവാൻ വേണ്ടി. നമുക്കെല്ലാം കൂടെ ഒരു 3-4 മണിക്കൂറത്തെ ഒരു 2 മണിക്കൂർ വേണം കാപ്പി റെഡിയാക്കി വരാൻ. നമ്മൾ ശുദ്ധമായ നമ്മളെ ബോട്ടിൽ വെള്ളം എടുത്താണ് ചെയ്യുന്നത്. എല്ലാം വളരെ ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു കൊടും മീനച്ചൂടിൽ ആശ്വാസമാവുകയാണ് ഇവിടുത്തെ ഈ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ മലയൻകീഴ് മെച്ചർ മെൻസ് ക്ലബ്ബ്. മാത്രവുമല്ല, മലയൻകീഴിൻ്റെ ദേശീയ ഉത്സവമാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ ഒരു ആറാട്ട് ഉത്സവം. എല്ലാവരും ഒരേ മനസ്സോടെ ഇവിടെ ഒന്നിച്ചു കൂടുന്നു എന്നുള്ളതും ഈ നാടിനെ വ്യത്യസ്തമാക്കുകയാണ്.